ഐതിഹ്യമാല അധ്യായം 18. കുഞ്ചമൻ പോറ്റിയും മറ്റപ്പള്ളി നമ്പൂതിരിപ്പാടും. ചാത്തനെ സേവിച്ച് പ്രത്യക്ഷമാക്കിയ പ്രസിദ്ധനായ കുഞ്ചമൻ പോറ്റിയും ശ്രീപോർക്കലിയിൽ പോയി ഭദ്രകാളിയെ സേവിച്ച് പ്രത്യക്ഷപ്പെടുത്തിയ വിശ്വവിസ്തൃതനായ മറ്റപ്പള്ളി നമ്പൂതിരിപ്പാടും ഒരു കാലത്ത് ജീവിച്ചിരുന്നവരാണ്. മറ്റപ്പള്ളി നമ്പൂതിരിപ്പാട്ടിലെ ഇല്ലപ്പേര് ആദ്യകാലത്ത് മറ്റപ്പള്ളി എന്ന് മാത്രമായിരുന്നു. ആ ഇല്ലത്ത് നിന്ന് ഒരാൾ ശ്രീപോർക്കലിയിൽ പോയി ഭദ്രകാളിയെ സേവിച്ചു പ്രത്യക്ഷമാക്കി വന്നതിനാൽ അക്കാലം മുതൽ ഇല്ലപ്പേര് ഭദ്രകാളി മറ്റപ്പള്ളി എന്ന് പ്രസിദ്ധമായി തീർന്നു. അതിനാൽ എല്ലാവരും പറയുന്നതും ആ ഇല്ലത്തുള്ളവർ എഴുത്തുകുത്തുകളിൽ പേര് വെക്കുന്നതുമെല്ലാം ഇന്നും ഭദ്രകാളി മറ്റപ്പള്ളി നമ്പൂതിരിപ്പാട് എന്ന് തന്നെയാണ്. സാക്ഷാൽ ഭദ്രകാളി മറ്റപ്പള്ളി നമ്പൂതിരിപ്പാട് ഒരിക്കൽ ഒരു തോണിയിൽ കയറി വേമ്പനാട്ട് കായലിൽ കൂടി തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടു. വൈക്കത്ത് പടിഞ്ഞാറ് വശത്തായപ്പോൾ അവിടെ ക്ഷേത്രത്തിൽ ഒരു പാണി കൊട്ടുന്നത് കേട്ടു. ആ പാണി ഒരു സാധാരണ രീതിയിലായിരുന്നില്ല. ശാസ്ത്രപ്രകാരം ഇത്ര ശരിയായി ഈ പാണി കൊട്ടുന്നത് ആരാണെന്നറിയണം. ഇത് മനുഷ്യരാണെന്ന് തോന്നുന്നില്ല. ദേവന്മാരിൽ ആരെങ്കിലും ആയിരിക്കണം. എന്നതാണെങ്കിലും തോണി ഇവിടെ അടുക്കട്ടെ എന്ന് പറഞ്ഞ് തോണി അടുപ്പിച്ച് നമ്പൂതിരിപ്പാട് കരക്കിറങ്ങി. കുളിയും കഴിച്ച് ക്ഷേത്രത്തിലെത്തി. അപ്പോൾ അവിടെ ഉത്സവകാലമായിരുന്നു. ഉത്സവ ബലിയുടെ പാണികൊട്ടാണ് നമ്പൂതിരിപ്പാട് കേട്ടത്. ആ പാണി കൊട്ടിയിരുന്നത് ഒരു സ്ത്രീയായിരുന്നു. വൈക്കത്ത് ക്ഷേത്രത്തിൽ പ്രവൃത്തിക്കാരും അവകാശികളുമായവരിൽ ഒരു മാരാന്റെ വീട്ടിൽ ഒരു കാലത്ത് പുരുഷന്മാരാരുമില്ലാതെയായി തീർന്നു. ഒരു സ്ത്രീയും 2-3 പെൺകുട്ടികളും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് പതിവായി ക്ഷേത്രത്തിൽ നിന്നുള്ള ചോറല്ലാതെ ഉപജീവനത്തിന് യാതൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. ആ വീട്ടുകാർ ക്ഷേത്രത്തിൽ പ്രതിദിനം നടത്തേണ്ടതെന്ന ആ ഒരു കൊട്ട്, പാട്ട് മുതലായ പ്രവൃത്തികൾ ആ സ്ത്രീ ശേഷമുള്ള മാരാന്മാരോട് നല്ല വാക്ക് പറഞ്ഞിട്ട് അവരെ കൊണ്ട് നടത്തിച്ച് ചോറ് വാങ്ങി ഉപജീവനം കഴിച്ചു വന്നു. അങ്ങനെ ആയിരിക്കുമ്പോൾ ഒരു ഉത്സവകാലത്ത് അവിടെ ശേഷമുള്ള മാരാന്മാരെല്ലാവരും കൂടി ആ സ്ത്രീയുടെ വീട്ടിൽ നിന്ന് നടത്തേണ്ടുന്ന പ്രവൃത്തികൾ നടത്താതെ മുട്ടിച്ചാൽ അവർക്കുള്ള അവകാശം പോവുകയും ആ അവകാശവും അതിനുള്ള ആദായങ്ങളും കൂടി തങ്ങൾക്ക് കിട്ടുകയും ചെയ്യുമല്ലോ എന്ന് വിചാരിച്ച് അവരുടെ ആൾപ്പേരായി ആരും അടിയന്തരം നടത്തി കൊടുക്കരുതെന്ന് പറഞ്ഞ് നിശ്ചയിച്ചു. പിന്നെ അവർ എല്ലാവരും കൂടി ആ സ്ത്രീയെ വിളിച്ച്, നിങ്ങളുടെ ആൾപ്പേരായിട്ട് ക്ഷേത്രത്തിലെ പ്രവൃത്തികൾ നടത്തുവാൻ ഞങ്ങൾക്കാർക്കും മനസ്സില്ല എന്ന് പറഞ്ഞു. നാളെ ഉത്സവ ബലിയാണ്. അതിൻ്റെ പാണി നടത്തുന്നതിനുള്ള പ്രധാന ചുമതല നിങ്ങളുടെ തറവട്ടയ്ക്കാണല്ലോ. അതിനാൽ ആരെയെങ്കിലും വരുത്തി അടിയന്തരം നടത്തിച്ചു കൊള്ളണം. അല്ലെങ്കിൽ അടിയന്തരം മുട്ടും. ഞങ്ങൾ മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നു. ഇത്രയും പറയുകയും ചെയ്തു. അന്ന് വൈക്കത്ത് പെരുന്തൃക്കോവിൽ ക്ഷേത്രം ചില നമ്പൂരിമാരുടെ ഊരാൺമയോടും രാജാധിപനായ വടക്കങ്കൂർ രാജാവിൻ്റെ മേങ്കോയിമ സ്ഥാനത്തോടും കൂടിയിരുന്നതിനാൽ ആ മാരാന്മാർ ആ സ്ത്രീയുടെ ആൾപ്പേരായി ക്ഷേത്രത്തിലെ അടിയന്തരങ്ങൾ നടത്തുവാൻ തങ്ങൾക്ക് മനസ്സില്ലെന്നുള്ള വിവരം ഊരാൺമക്കാരുടെയും രാജാവിൻ്റെയും അടുക്കൽ കൂടി അറിയിക്കുകയും ചെയ്തു. ആ സാധു സ്ത്രീ വളരെ താഴ്മയോടുകൂടി പല വിധത്തിൽ പറഞ്ഞിട്ടും ദുഷ്ടന്മാരും ദുരാഗ്രഹികളുമായ ആ മാരാന്മാർ സമ്മതിച്ചില്ല. ആൾപ്പേരായിട്ട് അടിയന്തരം നടത്തുവാൻ മനസ്സില്ലെന്ന് തന്നെ അവർ വീണ്ടും വീണ്ടും തീർച്ചയിട്ട് പറഞ്ഞു. അപ്പോഴേക്കും സൂര്യൻ അസ്തമിക്കാറായിരുന്നതിനാൽ പിറ്റേ ദിവസത്തേക്ക് ദൂരസ്ഥലങ്ങളിൽ നിന്ന് ആളെ വരുത്തി അടിയന്തരം നടത്തിക്കുവാൻ നിവൃത്തിയില്ലായിരുന്നു. പാണി പരിചയമുള്ള മാരാന്മാർ അടുക്കലെങ്ങും വേറെ ഉണ്ടായിരുന്നില്ല. ആകപ്പാടെ ആ സ്ത്രീ വിചാരവും വിഷാദവും കൊണ്ട് പരവശയായി തീർന്നു. അവൾ വ്യസനം കൊണ്ട് അത്താഴമുണ്ണാതെ, എൻ്റെ പെരുന്തൃക്കോവിലപ്പ അന്നദാന പ്രഭോ, എൻ്റെ ചോറ് മുട്ടിക്കല്ലേ, ഇതിന് അവിടുന്ന് തന്നെ എന്തെങ്കിലും ഒരു മാർഗമുണ്ടാക്കി തരണേ, അല്ലാതെ ഞാൻ വിചാരിച്ചിട്ട് ഒരു നിവൃത്തിയും കാണുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പോയി കിടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ ഉറങ്ങുകയും ഉറക്കത്തിൽ അവർക്ക്, നീ ഒട്ടും വ്യസനിക്കേണ്ട, നീ ഇപ്പോൾ ഗർഭം ധരിച്ചിട്ടുണ്ട്. നിന്റെ ഉദരത്തിൽ കിടക്കുന്നത് ഒരു പുരുഷ പ്രജയാണ്. അതിനാൽ നാളെ ഉത്സവ ബലിക്ക് നീ തന്നെ പാണി കിട്ടിയാൽ മതി. നീ രാവിലെ കുളിച്ച് ക്ഷേത്രത്തിൽ ചെല്ലണം. അപ്പോൾ പാണി കൊട്ടുവാനുള്ള എണ്ണങ്ങളെല്ലാം നിനക്ക് ഞാൻ തോന്നിച്ച് തന്നുകൊള്ളാം. ഇത്രയുമൊക്കെ പെരുന്തൃക്കോവലപ്പൻ്റെ ദർശനം മൂലം ഉണ്ടാവുകയും ചെയ്തു. അപ്രകാരം തന്നെ ഉത്സവ ബലിക്ക് ഈ സ്ത്രീയെ കൊണ്ട് പാണി കൊട്ടിച്ചു കൊള്ളാമെന്ന് രാജാവിനും ഊരാന്മാർക്കും തന്ത്രിക്കും കൂടി അന്ന് ദർശനമുണ്ടായിരുന്നു. അതിനാൽ പിറ്റേ ദിവസം രാവിലെ ആ സ്ത്രീ കുളിച്ച് അമ്പലത്തിൽ ചെല്ലുകയും പാണി കൊട്ടിക്കെന്നുള്ളതിനുള്ള രാജാവ് മുതലായവർ അനുവദിക്കുകയും അവർ പാണി കൊട്ടിത്തുടങ്ങുകയും ചെയ്തു. ഇപ്രകാരമാണ് അന്ന് അവിടെ ഉത്സവ ബലിക്ക് ഒരു സ്ത്രീ പാണി കൊട്ടാനിടയായത്.
ആ സ്ത്രീ കുളിച്ച് ക്ഷേത്രത്തിൽ ചെന്നതിൻ്റെ ശേഷം ഉത്സവബലി കഴിയുന്നതുവരെ അവർക്ക് സുബോധയമുണ്ടായിരുന്നില്ല. പെരുന്തൃക്കോവിലപ്പൻ തോന്നിച്ചതുപോലെയൊക്കെ അവർ പ്രവർത്തിച്ചു എന്നേ ഉള്ളൂ. ഭഗവാൻ തോന്നിച്ചിട്ട് കൊട്ടിയ പാണിശാസ്ത്രപ്രകാരവും അസാധാരണവുമായിരുന്നത് ഒരത്ഭുതമല്ലല്ലോ ഇപ്പം. പാണി വിധിപ്രകാരമായിരുന്നതിനാൽ ഉത്സവബലി ഭുജിക്കുന്നതിന് ഭൂതങ്ങളും പ്രത്യക്ഷമായി വായും പിളർന്നുകൊണ്ട് ബലി ഭുജിക്കുന്നതിന് വന്നു. അന്ന് വൈക്കത്ത് ക്ഷേത്രത്തിൽ തന്ത്രി മേക്കോട്ട് നമ്പൂരിയായിരുന്നു. അദ്ദേഹം ഉത്സവബലിയും മറ്റും ഒരുവിധം കഴിച്ചുകൂട്ടുമായിരുന്നു. എന്നല്ലാതെ ദിവ്യമായ ആ പാണിക്ക് ചേർന്ന വിധം തൂവാൻ തക്കവണ്ണമുള്ള പഠിത്തവും പരിചയവും തപശക്തിയും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. ഭൂതങ്ങളെ പ്രത്യക്ഷമായി കണ്ടപ്പോഴേക്കും തന്ത്രി പേടിച്ച് വിറച്ചു തുടങ്ങി. ഉത്സവബലി വേണ്ടതുപോലെ ആയില്ലെങ്കിൽ ഭൂതങ്ങൾ തന്ത്രിയെ കൂടി ഭക്ഷിച്ചു കളയുമെന്ന് അദ്ദേഹത്തിന് തോന്നി. ഉടനെ തന്ത്രി നമ്പൂരിപ്പാടിനോട്, നമ്പൂരി എന്നെ രക്ഷിക്കണം, അല്ലെങ്കിൽ ഇവർ ഇപ്പോൾ എന്നെ പിടിച്ചു ഭക്ഷിക്കും. ഈ ക്ഷേത്രത്തിലെ തന്ത്രം പകുതി ഞാൻ നമ്പൂതിരിക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്പൂരിപ്പാട് താറുടത്ത് മണ്ഡപത്തിൽ ജപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തന്ത്രി നമ്പൂരിൽ മേൽപ്പറഞ്ഞ പ്രകാരം അപേക്ഷിച്ച് പറഞ്ഞത് കേട്ട് നമ്പൂരിപ്പാട് മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് കൈവട്ടകയും പൂപ്പാലികയും വാങ്ങി വിധിപ്രകാരം തൂവാനും ഭൂതങ്ങളെല്ലാം പ്രത്യക്ഷമായി ഉത്സവബലി ഭുജിക്കുവാനും തുടങ്ങി. ഉത്സവബലി കഴിഞ്ഞപ്പോൾ ഭൂതങ്ങളെല്ലാം വളരെ തൃപ്തിയോടും സന്തോഷത്തോടും കൂടി അന്തർധാനം ചെയ്യുകയും ചെയ്തു. ഭദ്രകാളിയെ സേവിച്ച് പ്രത്യക്ഷമാക്കിയ ആളും സകലശാസ്ത്ര പരാംഗതനും നല്ല മന്ത്രവാദിയും തന്ത്രിയുമായ നമ്പൂതിരിപ്പാട് ഭൂതങ്ങളെ ഭയപ്പെടാതിരുന്നതും അദ്ദേഹം ഉത്സവബലി കഴിച്ചിട്ടുള്ള ഭൂതങ്ങളെല്ലാം തൃപ്തിപ്പെടുകയും സന്തോഷിക്കുകയും ചെയ്തതും ഒരത്ഭുതമല്ലല്ലോ. ഇപ്രകാരമാണ് ഭദ്രകാളി മറ്റപ്പള്ളി നമ്പൂരിപ്പാട്ടിലെ തറവാട്ടേക്ക് വൈക്കത്തെ തന്ത്രം പകുതി കിട്ടിയത്. ഇപ്പോഴും വൈക്കത്തെ തന്ത്രം മേക്കോട്ട് നമ്പൂരിയും മറ്റപ്പള്ളി നമ്പൂരിമാരും കൂടിയാണ് നടത്തിവരുന്നത്. സാക്ഷാൽ ഭദ്രകാളി മറ്റപ്പള്ളി നമ്പൂരിപ്പാട് വൈക്കത്ത് ക്ഷേത്രത്തിൽ തന്ത്രിയായി അവിടെ താമസിച്ചിരുന്ന കാലത്ത് ഒരു ദിവസം കുഞ്ചമൺ പോറ്റി എവിടെയോ പോയിട്ടും വരി വൈക്കത്ത് വന്നു ചേർന്നു. ഊണ് കഴിഞ്ഞ് നമ്പൂരിപ്പാടും പോറ്റിയും കൂടെ ഓരോ വെടികൾ പറഞ്ഞുകൊണ്ടിരുന്ന മധ്യേ പ്രസംഗവശാൽ പോറ്റി, ഒരു മൂർത്തിയെ സേവിക്കുകയാണെങ്കിൽ ഭദ്രകാളിയെ തന്നെ സേവിക്കണം, ഭദ്രകാളി പ്രസാദിച്ചാൽ സാധിക്കാത്ത കാര്യം യാതൊന്നുമില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു ഒടുക്കം അവർ തമ്മിൽ വാദം വലിയ കലശായി. വാദം മുറുക്കമായപ്പോൾ പോറ്റി പറഞ്ഞു, എന്നാൽ നമുക്കിതിപ്പോൾ തന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം, നമുക്ക് അമ്പലത്തിലേക്ക് പോകാം. അങ്ങനെ തന്നെ എന്ന് നമ്പൂതിരിപ്പാടും പറഞ്ഞു. രണ്ടുപേരും കൂടി പോയി ക്ഷേത്രത്തിന്റെ മണ്ഡപത്തിൽ കയറിയിരുന്നു. ഉടൻ പോറ്റി പറഞ്ഞു, ആരവിടെ, മുറുക്കുവാൻ കൊണ്ടുവരട്ടെ. അപ്പോൾ ഒരു കുട്ടിച്ചാത്തൻ ഒരു ഭൃത്യന്റെ വേഷത്തിൽ വെറ്റില തേച്ച് തെറുത്ത് മുറുക്കുവാൻ തയ്യാറാക്കി പോറ്റിക്ക് കൊണ്ടുചെന്ന് കൊടുത്തു. ഉടനെ നമ്പൂതിരിപ്പാട്, കാളിയവിടെ, മുറുക്കുവാൻ കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ സാക്ഷാൽ ഭദ്രകാളി അതിസുന്ദരിയായ മനുഷ്യസ്ത്രീയുടെ വേഷത്തിൽ മുറുക്കുവാൻ തയ്യാറാക്കി നമ്പൂരിപ്പാട്ടിലേക്കും കൊണ്ടുചെന്ന് കൊടുത്തു. ഉടനെ പോറ്റി പറഞ്ഞു, ആരവിടെ, കോളാമ്പി കൊണ്ടുവരട്ടെ. അപ്പോൾ ഭൂസ്പർശം കൂടാതെ ഒരാൾ ഒരു കോളാമ്പിയുമായി കൊണ്ടുവന്ന് പോറ്റിയുടെ അടുക്കൽ ആവിർഭവിച്ചു. പോറ്റി ആ കോളാമ്പിയിൽ തുപ്പിക്കുകയും ആ ആൾ കോളാമ്പിയും കൊണ്ട് മേൽഭാഗത്തേക്ക് പോയി അന്തർധാനം ചെയ്യുകയും ചെയ്തു. ഉടനെ നമ്പൂരിപ്പാടും, കാളിയവിടെ, കോളാമ്പി കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സ്ത്രീ നിലം തൊടാതെ കോളാമ്പിയും കൊണ്ട് നമ്പൂരിപ്പാടിന്റെ അടുക്കൽ ചെല്ലുകയും നമ്പൂരിപ്പാട് കോളാമ്പിയിൽ തുപ്പുകയും ആ സ്ത്രീയും മേൽഭാഗത്തേക്ക് പോയി മറയുകയും ചെയ്തു. ഉടനെ കുഞ്ചമൺ പോറ്റി നമ്പൂരിപ്പാടിനോട്, അവിടുന്ന് തന്നെ ജയിച്ചു, ഞാൻ മടങ്ങിയിരിക്കുന്നു, ഞാൻ ഇത്രത്തോളം വിചാരിച്ചിരുന്നില്ല, ഇത്രയും പറഞ്ഞ് ഞാൻ സമ്മതിച്ചു എന്നും പറഞ്ഞ് യാത്ര പറഞ്ഞു പോയി. ഉടനെ ഭദ്രകാളി നമ്പൂരിപ്പാടിന്റെ അടുക്കൽ വീണ്ടും ആവിർഭവിക്കുകയും, ഇപ്രകാരമുള്ള പ്രവൃത്തി എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച് കളയണമെന്ന് വിചാരിച്ചത് ശരിയായില്ല, ഈ വകയൊക്കെ എനിക്ക് പ്രയാസമാണ്, അതിനാൽ ഇനി അവിടുന്ന് എന്നെ കാണുകയില്ല, എങ്കിലും അങ്ങ് ന്യായമായി വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇനിയും ഞാൻ സാധിപ്പിച്ച് തന്നുകൊള്ളാമെന്ന് അരുളി ചെയ്തിട്ട് മറയുകയും അന്നു മുതൽ ഭദ്രകാളി മറ്റപ്പള്ളി നമ്പൂരിപ്പാട്ടിലേക്ക് ഭദ്രകാളി അപ്രത്യക്ഷയായി ഭവിക്കുകയും ചെയ്തു. ഇതോടുകൂടി ഐതിഹ്യമാല അധ്യായം 18 അവസാനിച്ചിരിക്കുകയാണ്. ഇനി അധ്യായം 19 വൈക്കര അച്ഛൻ മോസ് തുടരും.